ദിലീപ് എപ്പോഴും പറയാറുള്ളതാണ് പെപ്പ് ഗാർഡിയോളയെ പറ്റി. കാരണം ഒരു ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സീസൺ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് മെച്ചർ ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും ഗംഭീരമായിട്ട് ശോഭിക്കുന്ന ഒരു അസാമാന്യ കഴിവുള്ള കോച്ചാണ് പെപ്പ് ഗാർഡിയോള. നമുക്കിപ്പം പ്രാദേശികമായിട്ട് 2 കപ്പുകളാണ് പെപ്പ് ഗാർഡിയോള, കരബാവോ കപ്പ്, ഇപ്പം ഇന്നലത്തെ കളിയിലെ വിജയവും. അപ്പം FA കപ്പിലെ വിജയവും കൂടി വെച്ച് പറയുകയാണെങ്കിൽ എത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇത്തരം ഒരു വിജയത്തിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത്? സ്ട്രാറ്റജിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഇത് സിറ്റിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു മോശം സീസണാണ് ശരിക്കും. അവര് ലീഗ് ജയിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു ക്ലബാണ് ഗാർഡിയോളയ്ക്ക് വേണ്ടി ഈ കളിക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ലീഗിൽ ഇപ്പൊ അവര് ബാക്കിയുള്ള 2 കളി ജയിച്ചാലും ചിലപ്പോഴും ജയിക്കില്ല, മിക്കവാറും ജയിക്കില്ല. 83 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗാർഡിയോളയുടെ ഈ 10 കൊല്ലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റ്സ് ടോട്ടലിൽ ഒന്നാണ്. 100 പോയിന്റ് ഒക്കെ നേടിയ ടീമുകളുണ്ട് ഗാർഡിയോളയുടെ. അപ്പൊ അത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു മോശം സീസണാണ്. പക്ഷെ സിറ്റിയുടെ മോശം സീസൺ എന്ന് പറഞ്ഞാലും 2 കപ്പുണ്ട്. ബാക്കിയുള്ളവർക്ക് പലർക്കും 4, ഇപ്പൊ ലിവർപൂളൊക്കെ ഇപ്പൊ മിക്കവാറും 5ാം സ്ഥാനത്തായിരിക്കും ലീഗിൽ. അതാണ് അവരുടെ മോശം സീസൺ. സിറ്റിയുടെ മോശം സീസൺ എന്ന് പറഞ്ഞാൽ 2 കപ്പ് അടിക്കും. ചിലപ്പോ ലീഗിൽ ഒരു 1% ചാൻസ് ഉണ്ട് ചാമ്പ്യന്മാരാവാൻ. പക്ഷെ എന്നാലും അവസാനത്തെ ആഴ്ച വരെ എത്തി ലീഗിലും. അപ്പൊ അതാണ് ഗാർഡിയോള എന്ന ഒരു കോച്ചിന്റെ മഹത്വം ശരിക്കും. അത് പുതുക്കി പണിത ഒരു ടീമിനെ വെച്ചിട്ട്. ഇത് കഴിഞ്ഞ സീസണും മോശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ പുതിയ കളിക്കാരെ കൊണ്ടുവന്നു. ആദ്യ ജനുവരിയിൽ സെമന്യും മാഗ്യയും 2 പുതിയ കളിക്കാരെ കൊണ്ടുവന്നു. അപ്പൊ ഇവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ എല്ലാ കളിക്കാരെയും ഒന്നും കൂടി നന്നാക്കാനുള്ള കഴിവുണ്ട് മിക്ക കളിക്കാരും. എല്ലാവരും ഞാൻ പറയില്ല, ചിലർക്ക് ചിട്ടയായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. പക്ഷെ അധിക കളിക്കാർ ഇപ്പൊ ഈ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഖസാനോവൊക്കെ കഴിഞ്ഞ കൊല്ലം വളരെ മോശം പ്രദർശനം. എന്ന് വെച്ചാൽ ഒരു ചെറിയ ലീഗിൽ നിന്ന് വലിയ ലീഗിലേക്ക് വരുമ്പോ എങ്ങനെയായാലും സമയം എടുക്കും ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന്. അല്ലെങ്കിൽ ഒരു ചെറിയ ടീമിൽ നിന്ന് ഒരു വലിയ ടീമിലേക്ക് വരുമ്പോ അതും വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇവരെയൊക്കെ പതുക്കെ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവരൊക്കെ അടുത്ത സീസൺ നോക്കുമ്പോ ശരിക്കും നമുക്ക് പേടിയാവും. ഇനിയും 2-3 കളിക്കാരെ കൊണ്ടുവരും അവര്. അപ്പൊ അവരെത്ര നല്ല ടീമായിരിക്കും അടുത്ത സീസൺ എന്നുള്ള ചോദ്യം വരികയാണ്. ഇതില് ചിലർ പറയുന്നത്, ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് മാജിക് എന്നൊക്കെയാണ് ഗാർഡിയോളയെ പറ്റി പറയുമ്പോൾ. പക്ഷെ ഇതിനകത്ത് കൃത്യമായിട്ട് ദിലീപിനൊരു എന്താണ് ഇന്നത്തെ കളിയിൽ മാജിക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഗോള് മാജിക് ആയിരുന്നു, പക്ഷെ പൊതുവെ കളി മാജിക് എന്നൊന്നും പറയില്ല. പക്ഷെ സിറ്റിക്ക് ഒരു കളി ജയിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാം. പിന്നെ അവർക്ക് നമ്മൾ ആർസണലായിട്ടുള്ള ലീഗ് മാച്ചിന് മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് ഈ കളി മാറ്റാൻ പറ്റുന്ന ഒരു 4-5 കളിക്കാരുണ്ട്. അതിപ്പോ ഹാളിന്റെ ഗോൾ അടിച്ചില്ലെങ്കിൽ ഇപ്പൊ അവർക്ക് വേറെ ആൾക്കാരുണ്ട്. ഇന്നലെ ഗോൾ സെറ്റപ്പ് ചെയ്യേണ്ടത് ഹാളിന്റെ. ആദ്യം ചേർക്കിയുടെ പാസ്, പിന്നെ എനിക്ക് തോന്നുന്നു ബെർണാർഡോ സിൽവ, ഹാളിൻ, പിന്നെ ഫിനിഷ്. അപ്പൊ അങ്ങനത്തെ അനേക കളിക്കാരുണ്ട്. ഇപ്പൊ ജെർമി ഡോക്കു ഞാൻ 1-2 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെന്തിന് ഇത്ര ഡ്രിബിൾ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ ആ ഡ്രിബിളിങ്ങിന്റെ കൂടെ ഒരു എൻഡ് പ്രോഡക്റ്റ് ഉണ്ട്, ഒരു പാസോ അല്ലെങ്കിൽ ഒരു ഗോളോ ഉണ്ട്. അപ്പൊ അങ്ങനെ പല കളിക്കാരും കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെൽസി എന്ന് പറഞ്ഞ ടീമിന് ഈ സീസൺ ആകെപ്പാടെ പ്രത്യേകിച്ച് മറസ്ക പോയതിനു ശേഷം ഒരു സ്ട്രാറ്റജിയും ഒരു ടീമും ഇല്ലാത്തൊരു ഇതായിരുന്നു. ഇനി പക്ഷെ അവർക്ക് നല്ല കാലം വരാൻ പോവാണ്, കോച്ചൊക്കെ മാറിയിട്ട്. അതുകൊണ്ട് ഇന്നലത്തെ ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് കുറച്ച് ഒന്ന് ഇതായി വരും. എന്താ വെച്ചാൽ അവർക്ക് അറിയാം ഇനി വരാൻ പോണ കാലങ്ങൾ നമുക്ക് നല്ല കാലങ്ങളായിരിക്കും. ഈ ചെൽസിയുടെ ഈ കോച്ചിങ് പ്രശ്നമുണ്ടല്ലോ, അതെങ്ങനെയാണ് ഇപ്പൊ ഇനിയിപ്പം പൊതുവായിട്ട് പരിഹരിക്കപ്പെടാൻ പോകുന്നത്? എങ്ങനെയാണ് അത് പരിഹരിച്ച് കഴിഞ്ഞു? അവര് പിന്നെ ജസ്റ്റ് ആ കരാറിൽ ഒപ്പിടാനേ ഉള്ളൂ. ചാബി അലോൺസോ ഇപ്പൊ 4 മാസമായിട്ട് റയൽ മാഡ്രിഡ് വിട്ടതിന് ശേഷം ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് ഇപ്പൊ ഈ സീസൺ, ഇത്രയും മോശം സീസൺ കഴിഞ്ഞ് ചിലപ്പോൾ ലിവർപൂൾ ആണ് സ്ലോട്ടിനെ ഒഴിവാക്കി ലിവർപൂൾ ഫാനായ അലോൺസോനെ കൊണ്ടുവരുന്നതായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. ലിവർപൂൾ സ്ലോട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കാരണം അലോൺസോ ഈ ജോലി എടുത്തു. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് കോച്ചായിട്ടല്ല, അവര് തമ്മിലുള്ള ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് അലോൺസോ
ചെൽസിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കോച്ചായിട്ടും അല്ല, എനിക്ക് മാനേജറുടെ പവർ. കോച്ച് എന്ന് പറഞ്ഞാല് പിച്ചിലും ട്രെയിനിങ്ങിലും മാത്രമേ നിങ്ങൾക്ക് ഇൻപുട്സ് ഉള്ളൂ. മാനേജർ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ക്ലബിന്റെ സ്ട്രാറ്റജിയെ പറ്റി തീരുമാനങ്ങൾ. അതെ. അപ്പൊ അലോൺസോ കണ്ടിട്ടുണ്ട് തന്റെ മുമ്പ് വന്നിട്ടുള്ള പല മികച്ച കോച്ചുകൾ, ഇപ്പം പോച്ചറ്റിനോ, ടൂച്ചൽ, ഇവരൊന്നും മോശം കോച്ചസ് ആയിരുന്നു, പക്ഷെ അവർക്ക് ആ പവർ ഉണ്ടായിരുന്നില്ല. ഒരു ഗ്വാർഡിയോളയ്ക്കുള്ള പവർ ഇല്ല. അപ്പൊ ഇതിപ്പോ ഗ്വാർഡിയോള ലീഗിൽ നിൽക്കാൻ പോണ ഒരു കാരണവും കൂടി ഇതാണ്. ക്ലോപ്പ് പോയതിനു ശേഷം ഗ്വാർഡിയോളയ്ക്ക് ഞാൻ ആരുടെ എതിരെ ഏറ്റുമുട്ടുന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആർടെറ്റ ഉണ്ട്, തന്റെ വേറെ ഒരു ശിഷ്യനായ അലോൺസോം ലീഗിലേക്ക് വരാൻ പോകും. അപ്പൊ അടുത്ത സീസൺ ശരിക്കും തീപ്പൊരി പോരാട്ടമായിരിക്കും. ഇന്നലത്തെ ആ ഗോൾ ഉണ്ടല്ലോ സെമന്യോന്റെ, അത് പറഞ്ഞല്ലോ അതൊരു മികച്ച ഗോളാണെന്ന് പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ പ്രത്യേകത, അതിന്റെ ഒരു ബ്യൂട്ടി? അതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും കളിക്കാരൻ എവിടുന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് 8 കൊല്ലം മുമ്പ് നോൺ ലീഗ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലീഗ് ഫുട്ബോളിന്റെ 4 ഡിവിഷൻ കഴിഞ്ഞ് അതിന്റെ താഴെ ബാത്ത് സിറ്റി എന്ന് പറഞ്ഞൊരു ടീമിന് കളിച്ച കളിക്കാരന്. അവിടുന്ന് ഞാൻ ഓരോ പടിയായി കയറി വന്ന് ബോൺമത്തില് 1-2 നല്ല സീസൺ കളിച്ചു. അതില് ശ്രദ്ധയിൽ വന്നിട്ട് ഇപ്പൊ പല ടീമുകളും ജനുവരിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇവരൊക്കെ. പക്ഷെ ഗ്വാർഡിയോളയ്ക്ക് കളിക്കാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഒരു കളിക്കാരന് നോന്ന് പറയില്ല സാധാരണ. അതുകൊണ്ട് അങ്ങനെ സിറ്റി പോയതാണ്. പക്ഷെ എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, പല കളിക്കാരും ഒരു ചെറിയ ടീമിൽ നിന്ന് വരുമ്പോൾ അവർക്കൊന്നൊരു ബാലൻസ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. സെമന്യോ നേരത്തെ തന്നെ സെറ്റിൽ ചെയ്തു. ജനുവരി തൊട്ട് തന്നെ ടീമിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമായിട്ട് കളിക്കാൻ പറ്റി.